ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് ജൂൺ 15 വീഡിയോ ആണ് കേട്ടോ. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഷോർട്സിൽ 1 മിനിറ്റ് അല്ലേ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു 3-4 ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് കൂടുതലൊന്നും വീഡിയോസൊന്നും അതിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ലോങ് ആയിട്ട് ചെയ്യാമെന്ന്. എൻ്റെ ലോങ് വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ ഒട്ടുമിക്ക ലോങ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ഞാൻ PPTTC ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, റിസൾട്ട് വന്നു. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ പോവാണ്. കോഴിക്കോട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കോൺവക്കേഷൻ സെറമണി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കൊരു 9:30-10 മണിയാകുമ്പോഴത്തേക്കും നമുക്കവിടെ എത്തണം. 7:30 ട്രെയിനാണ് കേട്ടോ പോണത്. നമ്മൾ ഇറങ്ങുന്ന സമയത്തൊന്നും അത്ര മഴയൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ റെയിൽവേ സ്റ്റേഷനിലെത്തി ഒരു 7:15 ആയപ്പോൾ ഗംഭീര മഴ പെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ വെറും വയറ്റോടെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ലൈറ്റായിട്ട് ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ നമ്മൾ കോഴിക്കോട് സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ ആർഭാടായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഗംഭീര മഴ പെയ്തു തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് സീറ്റൊന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ ഇത് നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിരുന്നു. അത് കാരണം സീറ്റിൽ നിന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ. സീറ്റൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കയറിയത് ഞാനങ്ങ് ചടഞ്ഞു കൂടിയിട്ടാണ്. കാരണം 3 മണി 3:30 ആകുമ്പോൾ എണീറ്റതാണ്. പിന്നെ നമ്മൾ 6:30 ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മോളെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ടൊന്ന് ഉറക്കൊന്നും എനിക്ക് കിട്ടാറില്ല. പിന്നെ കിട്ടുന്നത് ഉച്ചയ്ക്കുള്ളൊരു ഉറക്കമാണ്. അതും ചില സമയത്ത് എനിക്ക് കിട്ടാറില്ല കേട്ടോ. അങ്ങനെ നമ്മൾ 9:30 ആകുമ്പോൾ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമ്മൾ ചെറിയൊരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹോട്ടലിൽ കയറിയതാണ്. ഗൈസ്, എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ ലിങ്ക് അയച്ചു തന്നിട്ട് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. സ്റ്റുഡൻസ് എല്ലാവരും ഈ ഒരു സാരിയും ഇങ്ങനത്തെ മോഡൽ ബ്ലൗസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് വീടിൻ്റെ അടുത്ത് നിന്ന് അടിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ബ്ലൗസ് അടിച്ചതൊക്കെ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. മസാല ദോശയും നെയ്റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 10:30 ആകുമ്പോൾ നമ്മൾ കോൺവക്കേഷൻ സെറമണി നടക്കണോടത്ത് എത്തിയിട്ടോ. അപ്പോൾ സംഭവമൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഗൈസ് ഈ ഒരു കോട്ടും തൊപ്പി എനിക്ക് കിട്ടിയത്. ഞാനത് ഇട്ടപ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു കോൺഫിഡൻറ്റ്, ഭയങ്കര സന്തോഷം. ഈ ഒരു നിമിഷം ഞാൻ ആഗ്രഹിച്ചതായിരുന്നു. ഏതൊരു വീട്ടമ്മമാരുടെയും സ്വപ്നമായിരിക്കും ഈ ഒരു നിമിഷം എന്ന് പറയണത്. അത്യാവശ്യം നല്ലൊരു മാർക്കോട് കൂടിയിട്ടാണ്. നമുക്ക് 600-ലാണ് മാർക്ക് വരുന്നത്. അതിലൊരു 538 മാർക്കോളം ഞാൻ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നിയിട്ട് ഈ ഒരു നിമിഷം. എല്ലാവരും ഈ ഇരിക്കണ 200 സംതിങ് ആൾക്കാരും ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു നിമിഷം തന്നെയാണ്. എത്ര വയസ്സുള്ള ആൾക്കാരൊക്കെ 50 വയസ്സും 55 വയസ്സും 30 വയസ്സും 35 വയസ്സൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ഇവിടെ ടീച്ചർ എന്നുള്ളൊരു പൊസിഷനിൽ എത്തിയിട്ട് ഇവിടെ വന്നിരിക്കണത്. നമ്മുടെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള PMA ഗഫൂർ സാറായിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ ഗസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മുടെ കോൺവക്കേഷൻ സെറമണി മെയിലെങ്ങാനും നടക്കേണ്ട കാര്യമായിരുന്നു. പക്ഷേ ചില പരിമിതികൾ കാരണം എന്താ പറയുക, നമ്മുടെ ഗസ്റ്റിൻ്റെ ടൈമും കാര്യങ്ങളും കാരണം നമുക്ക് കുറച്ച് നീളേണ്ടി വന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പരിപാടി തുടങ്ങി തന്നെ ഒരു 11:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ. അത് നമുക്കൊരു ടൈമിൻ്റെ കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ദൂരത്തുനിന്ന് വരുന്നതൊക്കെ ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് എല്ലാവരോടും സംസാരിക്കാനോ വേദിയിൽ കയറിയിട്ട് സംസാരിക്കാനോ ഒന്നിനൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. മുതിർന്ന ആളാണ്, പക്ഷെ അവന് ബുദ്ധി വളർച്ചയില്ല. അസീസ് എന്നാണ് അവന്റെ പേര്. അസീസ് ആ നാട്ടിലെ എല്ലാ ആളുകൾക്കും പരിഹസിക്കാനുള്ള ഒരു കഥാപാത്രം. എല്ലാ ആളുകളാലും പരിഹസിക്കപ്പെടുന്ന ഒരു പാവം ആളാണ് അസീസ്. അസീസിനെ ആരും മൈൻഡ് ചെയ്യില്ല. ഈ മാഷ് എന്താ ചെയ്യുന്നതെന്നറിയോ? അസീസിനെ മൈൻഡ് ചെയ്യാൻ തുടങ്ങി. സ്കൂൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ വീട്ടിലേക്ക് പോയാൽ മാഷ് അസീസിന്റെ കൂടെയാ. പിന്നെ അസീസിനെ സ്കൂളിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അസീസിന് ഇങ്ങനെ ഓരോ അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. അസീസിന് വീടിന്റെ ചിത്രം വരയ്ക്കാൻ പഠിപ്പിച്ചു. വാപ്പയുടെ പേരും ഉമ്മയുടെ പേരും എഴുതാൻ പഠിപ്പിച്ചു. അങ്ങനെ പാതിരാവിൽ മാഷും അസീസും ഇങ്ങനെ സ്കൂളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളുമായിട്ട് കൂടും. ഒരു ദിവസം അസീസിന്റെ വാപ്പയും ചങ്ങാതിയും അതിലിങ്ങനെ നടന്നു പോവാ. രാത്രി ഒരു റാന്തലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോവാണ്. ആ സമയത്ത് സ്കൂളിനകത്ത് വെളിച്ചം. അവരിങ്ങനെ സ്കൂളിനകത്തേക്ക് നോക്കും. ആരാ? മാഷും അസീസും. അസീസിനെ മാഷ് എന്തൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ അസീസിന്റെ വാപ്പ ചങ്ങാതിയോട് പറയുന്നൊരു വാക്കുണ്ട്. അതൊരു വല്ലാത്ത വാക്കാണ്. ആ സിനിമയിലെ മുഴുവനും സോൾ ആ വാക്കിനകത്തുണ്ട്. വാപ്പ പറയും, എടാ ആ മാഷില്ലേ, ആ മാഷ് ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യനാണ്.
ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യൻ ഹൃദയം കൊണ്ടാണ് കാണുക, അല്ലേ? ഹൃദയത്തിൽ കണ്ണുള്ള മനുഷ്യന് ഹൃദയം കൊണ്ടല്ലേ കാണുക? ഹൃദയം കൊണ്ട് കാണുന്ന മനുഷ്യനാണ്. നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നെഹ്റുവായിട്ട് പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള PMA ഗഫൂർ സാറിൻ്റെ ചെറിയൊരു പ്രസംഗത്തിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് നേരം ഉണ്ടായിരുന്നു, പക്ഷെ നമുക്കതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ള അത്ര ടൈം നമുക്ക് അത്രയും പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ. പിന്നെ നമ്മുടെ PMA ഗഫൂർ സാറിൻ്റെ കയ്യിൽ നിന്നിട്ടാണ് എനിക്ക് സർട്ടിഫിക്കറ്റ് മേടിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് കേട്ടോ. വെറും 10 പേർക്ക് മാത്രമായിട്ടോ ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. കാരണം ചെറിയൊരു ഉദ്ഘാടനം എന്നുള്ള രീതിയിലാണ് സാറ് മൊമെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് എനിക്കാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര സന്തോഷം തോന്നി എനിക്ക്. ഇത്രയും പേരുടെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം ലൈഫിൽ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല ഈ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് മേടിക്കാൻ പറ്റുന്ന. കാരണം PPTTC പഠിക്കാനും ഒറ്റ നിമിഷം കൊണ്ട് എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇത് പഠിക്കാൻ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങി ട്രെയിനിങ് കഴിഞ്ഞു, എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നല്ല ഗ്രേഡോടുകൂടി പാസ്സായി. ഭയങ്കര സന്തോഷം. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരാണ് ഗൈസ്. അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. പിന്നെ അടുത്ത ഗസ്റ്റായിട്ടുള്ള മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള ഷാഫി സാറിൻ്റെ ക്ലാസ് ആയിരുന്നു കേട്ടോ. എന്താ പറയുക, സാറിൻ്റെ ക്ലാസ് ഇങ്ങനെ കേട്ടിരുന്ന് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തോന്നുന്നു. എത്രത്തോളം നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല കേട്ടോ. ഭയങ്കരമായിട്ട് എല്ലാ സ്റ്റുഡൻസിൻ്റെയും മനസ്സിലാക്കിയിട്ട് അതിനോടനുസരിച്ച് പെരുമാറാമെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കേൾക്കാൻ തോന്നും. നമുക്ക് ഒട്ടും ബോറടിക്കത്തില്ല കേട്ടോ. അദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങളും ഓരോരുത്തരുടെയും ലൈഫിൽ പ്രാവർത്തികമാക്കിയാണല്ലോ ലൈഫ് രക്ഷപ്പെട്ടു ഗൈസ്. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു സാറിൻ്റെ. പക്ഷെ നമുക്ക് കൂടുതൽ നേരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ സാറിൻ്റെ ക്ലാസ് മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം നമുക്ക് പോവാം, നമുക്ക് 4 മണിക്കാണ് നമ്മുടെ പരിപാടി അവസാനിക്കണത്. ആ സമയത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും എത്രയോ പേർക്ക് മൊമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ടൈം ഒട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കോഴിക്കോട് നിന്ന് തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, അങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് അടക്കം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസമൊക്കെ റൂം എടുത്ത് നിന്ന് അങ്ങനെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഓൾ കേരള സ്റ്റുഡൻസാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. 200 സംതിങ് ആൾക്കാരുണ്ടായിരുന്നു. മാത്രമല്ല 10th +2 പാസ്സായവരുടെ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തായാലും എൻ്റെ പവർ കോട്ടും തൊപ്പിയൊക്കെ വെച്ചിട്ട് ഭയങ്കര രസമാണ് അതിങ്ങനെ ഇട്ട് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സാറിൻ്റെ കൂടെ ഒരു സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ തന്നെ സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബിരിയാണിയും പിന്നെന്താ ഫ്രൈ ചെയ്ത ചിക്കനും പിന്നെ ഒരു ഐസ്ക്രീമും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്നില്ല ഗൈസ്. കാരണം ടൈം ഒരുപാട് വൈകിപ്പോയി, 2:30 ആയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ വിശപ്പൊക്കെ കിട്ടു, അത്രയും വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ വിശപ്പ് നമുക്കൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പ്രിയപ്പെട്ട മുഫീന മിസ്സാണ് കേട്ടോ. നമ്മുടെ PPTTC തുടങ്ങിയ സമയം മുതലേ കമ്പനി ID മിസ്സായിട്ടാണ്. പിന്നെ നമ്മുടെ ഷാക്ര മിസ് മെൻറ്ററായിട്ട്. അങ്ങനെ വേറെ ആരുമായിട്ട് അങ്ങനെ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ സ്റ്റുഡൻസൊക്കെ മിസ്സുമാർക്കൊക്കെ മൊമെൻറ്റും കാര്യങ്ങളും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഈ സൈഡിൽ രണ്ടാമത് നിൽക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ മുസ്ലിംസാണ് കൂടുതൽ. ഞാൻ വിചാരിക്കും ഇത് മുസ്ലിംസിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്ന് തന്നെ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം മുസ്ലിംസാണ്, മെൻറ്റേഴ്സും മാനേജേഴ്സും എല്ലാവരും മുസ്ലിംസാണ്, സ്റ്റുഡൻസും അടക്കം. 2-3 പേര് മാത്രമേ ഹിന്ദുക്കളായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എല്ലാവരുമായിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു 4:30 ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. 4:30 ആകുമ്പോൾ ഇറങ്ങിയപ്പോൾ ഞാൻ ആലോചിച്ചില്ല ഗൈസ്, ഇത്രയും സന്തോഷപ്പോൾ ഞാൻ ആലോചിച്ചില്ല ഗൈസ്. അവസാനം കരയേണ്ടി വരുന്നു. പരിപാടി നടക്കുന്ന സ്ഥലത്ത് ലിപ്സ്റ്റിക്ക് മറന്നു വെച്ചു എന്ന് പറഞ്ഞിട്ടുള്ള നിപ്പാണ്. അവേ കൈയെടുക്ക്, അവേ കൈയെടുത്തോ. ലിപ്സ്റ്റിക്ക് മറന്നു വെച്ചതിൻ്റെ സങ്കടമാണ്. അത് തിരിച്ചു പോയെടുക്കാൻ ടൈമില്ല. അപ്പോഴത്തേക്ക് ഞങ്ങൾ ട്രെയിന് വരും. അപ്പോൾ ആ ലിപ്സ്റ്റിക്കിനോട് ഞങ്ങൾ ബൈ ബൈ പറഞ്ഞിരിക്കുന്നു. അല്ലേ വാവേ? ഡി ഞാൻ മേടിച്ചിരടി, അത് പോട്ടെ ഡി, ഇവിടെ നോക്ക്. ലിപ്സ്റ്റിക്ക് പോയ സങ്കടം ഗൈസ്. കുറേ നേരത്തെ കരച്ചിലിനും സങ്കടം പറിച്ചലിനും ശേഷം നമ്മളങ്ങനെ ട്രെയിനിൽ കയറി ഇറങ്ങാൻ പോവാണ്. 8:30 ആകുമ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഗൈസ്, എൻ്റെ ഫേവറേറ്റ് 2 ലിപ്സ്റ്റിക്കുകളായിരുന്നു കാണാണ്ടായി പോയത്. അതുമാത്രമല്ല കുറേ ഐറ്റംസ് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ കയറി വെള്ളയപ്പവും പാഴ്സ് കറി മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചപ്പോഴേക്കും
വിശപ്പും കരച്ചിലൊക്കെ ഒരുവിധം അടങ്ങി. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ, സീ യു.